നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. നവംബർ 6-നും 11-നുമായി 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. SIR-ന് ശേഷം 7.43 കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചകൾ വേഗത്തിലാക്കി മുന്നണികൾ. ലഡാക്ക് സമര നേതാവ് സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ലഡാക്ക് ഭരണകൂടത്തിനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. രാജസ്ഥാനിലെ ജയിലിലുള്ള വാങ്ചുക്കിന് വൈദ്യസഹായം ഉറപ്പാക്കണമെന്നും കോടതി. ജയിൽ നിയമപ്രകാരം നൽകേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം. ബംഗാളിലെ ജൽപായ്ഗുരിയിൽ BJP MP ഗഗൻ മുർമുവിന് നേരെ കയ്യേറ്റം. വെള്ളപ്പൊക്കം ഉണ്ടായ മേഖലയിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു MP. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ആരോപണം. രാജസ്ഥാനിലെ ജയ്പൂരിൽ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ 6 രോഗികൾ മരിച്ചു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ ICUവിലാണ് അപകടം. 24 പേരാണ് ICUവിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വ്യാജ കഫ് സിറപ്പുകൾക്കെതിരെ നിലപാട് കടുപ്പിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യവ്യാപകമായി പരിശോധന തുടരുന്നു. ഉത്സവ സീസണിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നതിൽ DGCA ഇടപെടൽ. 1700-ലധികം വിമാനങ്ങൾ സർവീസിനായി സജ്ജമായതായി വ്യോമയാന ഡയറക്ടർ ജനറൽ. ദീപാവലി ഉൾപ്പെടെ മുൻനിർത്തിയായിരുന്നു ആഭ്യന്തര വിമാന സർവീസ് നിരക്ക് കുതിച്ചുയർന്നത്. കരൂർ ദുരന്തത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടരുന്നു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെട്ട സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അപകടം നടന്ന സ്ഥലത്ത് എത്തിയത്. ബംഗാളിലെ ഡാർജിലിംഗിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 20 ആയി. മരിച്ചവരിൽ 7 പേർ കുട്ടികളാണ്. 6 പേർ ബാലസോൺ നദിയിലെ ഇരുമ്പ് പാലം തകർന്നാണ് മരിച്ചത്. ഉത്തർപ്രദേശിൽ മദ്യലഹരിയിൽ പിതാവ് 1 വയസ്സുള്ള കുഞ്ഞിനെ കുത്തിക്കൊന്നു. സുരമൻപൂർ സ്വദേശി രൂപേഷ് തിവാരി അറസ്റ്റിൽ. ഭാര്യയെ മർദ്ദിച്ച ശേഷമാണ് കിനു എന്ന 1 വയസ്സുകാരനെ പ്രതി ആക്രമിച്ചു കൊന്നത്.